നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വീണ്ടും 2ാം വർഷ എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ മനോഹരമായി പഠിച്ചു എന്ന് വിചാരിക്കുന്നത്. വളരെ ലളിതമായിട്ട് പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ മാത്രം 2ാം വർഷത്തിൻ്റെ 2ാമത്തെ ചാപ്റ്റർ എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിലെ മനോഹരമായ ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ നന്നായി നമ്മൾ ആരംഭിച്ചു. കൺസ്യൂമർ എന്താണെന്ന് പറഞ്ഞ് തുടങ്ങി, കൺസംഷൻ പറഞ്ഞു, യൂട്ടിലിറ്റി എന്താണെന്ന് പറഞ്ഞു, യൂട്ടിലിറ്റിയുടെ ഫീച്ചേഴ്സ് സബ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞു, കൃത്യമായിട്ടും കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പറഞ്ഞു. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. ടോട്ടലും മാർജിനലും കോൺസെപ്റ്റ് ക്ലിയർ ആക്കി ഒരു ഷെഡ്യൂൾ വെച്ചുകൊണ്ട് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും മനോഹരമായി നിങ്ങൾ ചെയ്ത് അവസാനിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഷെഡ്യൂൾ, കഴിഞ്ഞ തവണ നമ്മൾ പഠിപ്പിച്ച ഷെഡ്യൂൾ ഒരു ഗ്രാഫിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത് ഇവിടെ നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ വീണ്ടും ചെയ്യുകയാണ്. ആ ഷെഡ്യൂൾ ഒന്നുകൂടി ഇതാ നിങ്ങളൊന്ന് പരിശോധിക്കൂ. എക്സ് അക്ഷവും വൈ അക്ഷവുമാണ് ഗ്രാഫിൽ ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാലോ. ഇതാ ഞാനിവിടെ ഒരു ഗ്രാഫിന് ഡയഗ്രത്തിന്റെ എക്സും വൈയും തരുന്നു. എക്സ് അക്ഷത്തിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് മാർക്ക് ചെയ്യുന്നു. എക്സ് അക്ഷത്തിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഒന്നാമത്തെ ഓറഞ്ച് ഉപയോഗിച്ച് തരും, രണ്ടാമത്തെ ഉപയോഗിച്ച് തരും, അങ്ങനെ 7 വരെ ഞാൻ പറഞ്ഞ ഷെഡ്യൂളിലെ അതിനെ ഗ്രാഫിലേക്ക് മാറ്റുമ്പോൾ ഇതാ എക്സ് അക്ഷത്തിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് 1 2 3 4 5 6 7 കണ്ടല്ലോ. വൈ അക്ഷത്തിൽ ഈ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ എത്രയാണോ ആകെ ലഭിച്ച ഉപയുക്തത, ആകെ ലഭിച്ച യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണോ മാർജിനൽ TU MU, വൈ അക്ഷത്തിൽ TU MU, അത് പരമാവധി വരുന്നത് 30 ആണല്ലോ. പിന്നെ 28 കുറയല്ലേ. നമുക്ക് അവിടെ പകുത്തെടുത്തുകൊണ്ട് 30 മാറ്റണം. 30 മാറ്റാൻ കൃത്യമായിട്ടും ആ അക്ഷരത്തിനെ നിങ്ങൾ അങ്ങനെ ആക്കി മാറ്റി 30 വരെ മാർക്ക് ചെയ്യുക. 0 എന്ന ആക്സിസ് മുതൽ 30 വരെ. എക്സ് അക്ഷത്തിൽ 0 1 2 3 4 5 6 7, വൈ അക്ഷത്തിൽ 0 മുതൽ 30 വരെ മാർക്ക് ചെയ്യുന്നു. അത് 5 10 15 20 25 30. ഇനി ഓരോ കോമ്പിനേഷനും ഓരോ യൂണിറ്റുള്ള സമയത്ത് TU MU നമുക്ക് മാർക്ക് ചെയ്യണം. ആദ്യം TUവിൻ്റെ ഒരു കർവ് വരയ്ക്കാൻ വേണ്ടി അതിൻ്റെ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ ആകെ ലഭിച്ച ഉപയുക്തത ടോട്ടൽ യൂട്ടിലിറ്റി 10 ആണ്. അപ്പോൾ എക്സ് അക്ഷത്തിലെ 1ഉം വൈ അക്ഷത്തിലെ 10ഉം തമ്മിൽ നിങ്ങളൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. കൃത്യമായിട്ടും ആ പോയിന്റ് ഇതല്ല നിങ്ങളും ചെയ്തേ. രണ്ടാമത്തെ യൂണിറ്റിൽ ആകെ ലഭിച്ചത് 18 10 മാർക്ക് ചെയ്തു. അപ്പൊ 2ഉം 18ഉം അതാ പോയിന്റ്. 2 18 ക്ലിയർ. മൂന്നാമത്തെ യൂണിറ്റ് ഉപയോഗിച്ചു, ആകെ ലഭിച്ചത് 24, അതാ ഗ്രാഫിൽ 3 24. നാലാമത്തെ യൂണിറ്റ് ഉപയോഗിച്ചു, ഗ്രാഫിൽ എക്സ് അക്ഷത്തിൽ 4, വൈയിൽ 28 4 28, അതാ കറക്റ്റ് മാർക്ക്. 5 30, 6 ആകുമ്പോഴും 30 തന്നെ, മാറ്റമില്ല. പക്ഷേ എക്സിൽ 6 ഒരു യൂണിറ്റ് ഇങ്ങോട്ട് മാറുമ്പോൾ വൈയിൽ നേരത്തെയുള്ള 30ൻ്റെ അളവിൽ മാറ്റമില്ലാതെ 6നും 30നും കണക്കാക്കി പോയിന്റ്. ക്ലിയർ. ഏഴാമത്തെ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ ആകെ ലഭിച്ചത് നേരത്തെ ലഭിച്ച 30 ഇപ്പം ഇല്ല, കുറയാൻ തുടങ്ങുന്നു. ടോട്ടൽ 28 7ഉം 28ഉം ഒരു പോയിന്റ്. അതാ എല്ലാ പോയിന്റും മുടക്ക് വന്നു. ഇങ്ങനെയുള്ള ഓരോ പോയിന്റും യോജിപ്പിച്ച് നിങ്ങൾ ഒരു വക്രം വരയ്ക്കുന്നു, TU കർവ് വരയ്ക്കുന്നു. എല്ലാ പോയിന്റും ഒന്ന് യോജിപ്പിച്ച് നോക്കിയേ. ഇതാ അതിന്റെ ഷേപ്പ്, TU കർവിന്റെ ഷേപ്പ് മെല്ലെ ഇൻക്രീസിങ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്, then comes to maximum, then begins to decrease. എത്ര രസകരമായിട്ടാ ആ ഡയഗ്രാം നമ്മൾ വരച്ചേ. നോക്കൂ,
ഇതൊരു ടോട്ടൽ യൂട്ടിലിറ്റിൻ്റെ കർവ് നിങ്ങൾ വരച്ചു കഴിഞ്ഞു, ടി യു കർവ്. ഇനി എം യു കർവ് വരയ്ക്കണം, നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കർവ് വരയ്ക്കണം. നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ ടോട്ടൽ 10 ആണ് ഒരു യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ, മാർജിനലും അത് തന്നെ. നോക്കൂ നിങ്ങൾ, ആദ്യം മാർജിനൽ ഒരു ഹൈഫൺ ഇടാ എന്ന് ഞാൻ പറയാൻ കാരണം ആദ്യം മാറ്റമില്ലല്ലോ, ടോട്ടലിലെ മാറ്റമല്ലേ മാർജിനൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അവിടെ മാറ്റമില്ല എങ്കിലും അതിനു മുമ്പ് 0 ആയിരുന്നു. 0 ഒന്നും 1 ആയി മാറുമ്പോൾ ആ മാറ്റമാണ് 10 എന്ന രീതിയിലേക്ക് നമ്മൾ മാർജിനലായി വീണ്ടും എഴുതുന്നത്. അതുകൊണ്ട് 10 അങ്ങനെ തന്നെ എഴുതാം. ആദ്യം 10 തന്നെ, ടി യു തന്നെ എം യു ആരംഭിക്കുന്നു. 1 10 ഇതാ മാർക്ക് ചെയ്തു. കുറഞ്ഞു വരികയാണല്ലോ ചെയ്യുന്നത് മാർജിനൽ, ഉറപ്പല്ലേ? അതുകൊണ്ട് രണ്ടാമത്തെ യൂണിറ്റ് ആകുമ്പോൾ 2ഉം 8ഉമാണ്. പോയിന്റ് മാർക്ക് ചെയ്തു. നോക്കൂ, 2ഉം 8ഉം കണ്ട പോയിന്റ് കറക്റ്റ് വന്നു. ഇനി 3 വീണ്ടും അത് 24 മാറിയ സമയത്ത് 6 കുറഞ്ഞില്ലേ? ടോട്ടൽ ശേഷമുള്ള മാറ്റം യെസ് 6. 4 4 5 2 6 0 7 -2. ഈ എല്ലാ പ്ലോട്ട് ചെയ്ത പോയിന്റുകളും വീണ്ടും യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കർവ് ലഭിക്കും. ടോട്ടൽ യൂട്ടിലിറ്റി നേരത്തെ ഒന്ന് ഉയർന്ന് മെല്ലെ ഉയർന്ന് പരമാവധിയായി കുറയാൻ തുടങ്ങുന്നൊരു വക്രമായിരുന്നുവെങ്കിൽ മാർജിനൽ അതാ പെട്ടെന്ന് കുറഞ്ഞു വന്ന് 0 ആയി മൈനസ് ആക്സിസിലേക്ക് പോകുന്നു. ഇവിടെ 2 പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാൻ പോകുന്നു. ഇതാ ഈ ഗ്രാഫ് നോക്കി ക്ലിയർ ആയിക്കോളൂ. When total utility reaches at maximum, when TU reaches at maximum, total utility maximum ആകുമ്പോൾ MU becomes 0. ടോട്ടൽ മാക്സിമം ആകുമ്പോൾ എല്ലാ സമയത്തും മാർജിനൽ 0 ആയിരിക്കും. 30 അടുത്തതിൽ വീണ്ടും 30 എന്ന പരമാവധി ആകുമ്പോൾ മാറ്റം 0 ആയിരിക്കില്ലേ? അപ്പൊ എന്താ പഠിച്ചേ? മാർജിനൽ യൂട്ടിലിറ്റി 0 ആകുന്നു എപ്പോൾ? ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുമ്പോൾ. When TU at maximum, MU becomes 0. Or when MU becomes 0, TU is at maximum. തിരിച്ചും പറയാം, when MU becomes 0, TU is at maximum. രണ്ടാമത്തെ പോയിന്റ്, when TU begins to decrease, TU കുറയാൻ തുടങ്ങുമ്പോൾ MU becomes negative. TU കുറയാൻ തുടങ്ങുമ്പോൾ MU നെഗറ്റീവ് ആണ് എന്നുള്ളതാണ്. മൊത്തം യൂട്ടിലിറ്റി കുറയാൻ 30 28 കുറയുമ്പോൾ മാർജിനൽ -2 മാറി. 0 ഒന്നും പിറകിലേക്ക് പോയി -2. When TU begins to decrease, MU becomes negative. ഇതാണ് ആ ടോട്ടലും മാർജിനലും തമ്മിലുള്ള ആ കർവിൻ്റെ കാര്യത്തിലെ ബന്ധം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്തിനാ ഈ ഷെഡ്യൂളും എന്തിനാ ഈ ഗ്രാഫും വരച്ചത്? ഒരു പ്രത്യേകമായ നിയമം പറയാൻ വേണ്ടിയിട്ടാണ്. എക്കണോമിക്സിലെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിലെ ഒരു പ്രധാനപ്പെട്ട നിയമം കൃത്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോവുക. ആ നിയമത്തിൻ്റെ പേര് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ്. ഡിമിനിഷിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം ഡിക്രീസിംഗ് എന്നാണ്, കുറഞ്ഞു വരുന്നത് എന്നാണ് ഡിമിനിഷിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓരോ യൂണിറ്റും അധികമായി ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നത് കൊണ്ടാണല്ലോ ഗ്രാഫിൽ ആ കർവ് ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയി വന്ന് 0 ആയി മൈനസിലേക്ക് പോയത്. ഷെഡ്യൂളിൽ 10 8 6 4 2 0 -2 എന്ന് വന്നത് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്. ഈ നിയമം പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ ഒരു വസ്തുവിൻ്റെ കൂടുതലായ യൂണിറ്റ് ഉപയോഗിക്കുന്തോറും ലഭിക്കുന്ന അതിൻ്റെ സംതൃപ്തി കുറഞ്ഞു വരുന്ന, ഒരു ഓറഞ്ച് കടിച്ചാൽ ലഭിക്കുന്ന സംതൃപ്തി 10 എങ്കിൽ വീണ്ടും അതുപോലെ മറ്റൊരു ഓറഞ്ച് കടിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി 10 മാർജിനൽ അതിൻ്റെ അവസാനമുള്ള ചേഞ്ച് 8. വീണ്ടും ഒരു ഓറഞ്ച് കൂടി കഴിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി നേരത്തെ ലഭിച്ച 8 കൂടിയില്ല, 18 24 മാറുന്നത് 6 ഉള്ളൂ. 10 8 6 കുറഞ്ഞു വരിക. വീണ്ടും അത് 4 കുറയുക. ഒരു യൂണിറ്റ് വീണ്ടും ഉപയോഗിക്കുമ്പോൾ അത് 2 കുറയുക. വീണ്ടും ഉപയോഗിക്കുമ്പോൾ 0. അതായത് നിലവിലൊരു സംതൃപ്തിയിലും മാറ്റമില്ലാതെ നേരത്തെയുള്ള 30 തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് നമ്മൾ 6ാമത്തെ യൂണിറ്റ് ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ. പക്ഷേ നിലവിലുള്ളത് അവിടെ ഉണ്ട്, കൂട്ടിച്ചേർക്കാൻ പുതുതായി ഒന്നുമില്ല. 7ാമത്തെ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ ആ മനുഷ്യൻ ആ ഓറഞ്ച് 7ാമത്തെ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ സംതൃപ്തി നിലവിലുള്ളത് ഇല്ലാതാവുന്നു, വൊമിറ്റ് ചെയ്യുന്നു സങ്കല്പിക്കുക. 7ാമത്തെ യൂണിറ്റ് അയാൾ ഉപയോഗിക്കുമ്പോൾ അയാൾ വൊമിറ്റ് ചെയ്യുന്നു വെച്ചാൽ നെഗറ്റീവ് ആകുന്നു, -2 ആയി മാറുന്നു. സംതൃപ്തി നിലവിലുള്ള 30 എന്നുള്ളത് കുറഞ്ഞു പോകുന്നു. When we use more and more units of a commodity, the marginal utility is decreasing or diminishing.
ഒരു വസ്തുവിൻ്റെ കൂടുതലായിട്ടുള്ള യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് നിയമം ഓഫ് ഡിമിനിഷിംഗ്. കുറഞ്ഞു വരുന്നു ദ മാർജിനൽ യൂട്ടിലിറ്റി. അതാണ് DMU, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. LDMU, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു കാര്യം ആലോചിക്കണം. ഓറഞ്ച് രാവിലെ ഒന്ന് ഉപയോഗിച്ച് പിന്നെ വൈകുന്നേരമല്ല രണ്ടാമത്തെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സംതൃപ്തി ചിലപ്പം കൂടിയെന്ന് വരും വൈകുന്നേരം ഉപയോഗിക്കുമ്പോൾ. തുടർച്ചയായി ഉപയോഗിക്കണം. ഒന്നാമത്തെ ഓറഞ്ച് മധുരമാണെങ്കിൽ രണ്ടാമത്തെ ഓറഞ്ചും മധുരം തന്നെ. ഒന്നാമത്തെ പുള്ളിയുള്ളൊരു ഓറഞ്ചും രണ്ടാമത്തെ മധുരമാണെങ്കിൽ രണ്ടാമത്തെ സംതൃപ്തി കൂടില്ലേ നമ്മൾ. ഒന്നാമത്തെ ചായ മധുരമില്ലാത്ത ചായയും മധുരമിട്ട് കുടിക്കുന്ന ആളാണെങ്കിൽ രണ്ടാമത് കുടിക്കുന്ന ചായ മധുരമുള്ളതാണെങ്കിൽ സംതൃപ്തി കൂടൂലേ. ഒന്നാമത്തെ മധുരമില്ലാത്താണെങ്കിൽ രണ്ടാമത്തെ മധുരമില്ലാത്ത, ഒന്നാമത്തെ മധുരമുള്ളതാണെങ്കിൽ രണ്ടാമത്തെ മധുരമുള്ള, ഒരേപോലുള്ള നേച്ചറുള്ള വസ്തുക്കൾ ഒന്നിന് പിറകെ ഒന്നായി തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി കുറഞ്ഞു വരും. ഒരു TV വീട്ടിലുണ്ട്, മറ്റൊരു TV കൂടി വീട്ടിൽ വരുമ്പോൾ അതിന് ലഭിക്കുന്ന സംതൃപ്തി കുറയും. ഒരു പേന കയ്യിലുണ്ട്, അതേപോലെ മറ്റൊരു പേന നമ്മുടെ കയ്യിൽ വരുമ്പോൾ സംതൃപ്തി കുറയും. ഈ നിയമം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അതിനു വേണ്ടിയാണ് ഈ കോൺസെപ്റ്റ് പഠിച്ചത്. TU എന്താ, MU എന്താ. അതിനുവേണ്ടിയാണ് ഷെഡ്യൂളിൽ TU-MU റിലേഷൻ കൃത്യമായിട്ടും TUയുടെ മാറ്റമാണ് MU എന്നും ആ മാറ്റം കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചത്. ഒരു നിയമത്തിന് വേണ്ടിയാ. ആ നിയമം എക്കണോമിക്സിൽ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ക്ലിയറായി നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ കർവ് വരയ്ക്കാൻ നിങ്ങൾക്കറിയാം. റിലേഷൻ സ്റ്റേറ്റ് ചെയ്യുന്ന ഷെഡ്യൂൾ കൃത്യമായിട്ട് അറിയാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ അറിയാം. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ അറിയാം. ആ ടേബിൾ തന്നതിന് ശേഷം ഗ്രാഫിലേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞാൽ കൃത്യമായിട്ടും ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്കറിയാം. ആ ഡയഗ്രാമും ഷെഡ്യൂളൊക്കെ വെച്ചുകൊണ്ട് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും അറിയാം. ക്ലിയർ. ഇനി ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി മറ്റൊന്നിന് കാരണമാകുന്നു. ലോ ഓഫ് ഡിമാൻഡിന് കാരണമാകുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം ഡിമാൻഡ് എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നയിക്കുന്നു. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പം എന്താണ് ഡിമാൻഡ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് വസ്തുക്കൾ നിങ്ങളൊന്ന് പരിചയപ്പെടുക. മറ്റൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. കുറച്ച് വസ്തുക്കൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ വസ്തു പെന്നാണ്. രണ്ടാമത്തെ വസ്തു ഹെയർ ഡൈ ആണ്. മൂന്നാമത്തെ വസ്തു റിമോട്ട് കാറാണ്. നാലാമത്തെ സ്മാർട്ട് ഫോണാണ്. അഞ്ചാമത്തെ 2 വീലറാണ്. 5 വ്യത്യസ്തമായ വസ്തുക്കൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ അതിൽ പെടുന്നുണ്ട്. ഈ 5 വസ്തുക്കൾ നിങ്ങളെ നോട്ട്ബുക്കിൽ മെല്ലെ നോട്ട് ചെയ്ത് വെക്കുക. പെൻ, ഹെയർ ഡൈ, റിമോട്ട് കാർ, സ്മാർട്ട് ഫോൺ, 2 വീലർ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ശരി, ഞാനിവിടെ തരാൻ പോകുന്ന ഒരു സ്പ്രെഡ്ഷീറ്റിൽ, ഒരു വർക്ക്ഷീറ്റിൽ നിങ്ങൾ കൃത്യമായിട്ടും പൂരിപ്പിക്കണം. അതിലാദ്യ കോളത്തിൽ ഈ പറഞ്ഞ വസ്തുക്കളാണ്. ഒന്നാമത്തെ കോളം കമോഡിറ്റി എന്ന രീതിയിൽ പെന്നുണ്ട്, ഹെയർ ഡൈ ഉണ്ട്, റിമോട്ട് കാർ ഉണ്ട്, സ്മാർട്ട് ഫോൺ ഉണ്ട്, 2 വീലർ ഉണ്ട്. ക്ലിയർ. രണ്ടാമത്തെ കോളം ഡിസയർ എന്നാണ് കോളത്തിൻ്റെ പേര്, ഹെഡ്. ഈ 5 വസ്തുക്കളും വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസയർ എന്ന കോളത്തിൽ നിങ്ങൾ ടിക്ക് ചെയ്യണം. ഡിസയർ എന്ന കോളത്തിൽ പെന്നിന് നേരെ ഡിസയർ ഉണ്ട്, ആഗ്രഹം ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യണം. ഹെയർ ഡൈ ആഗ്രഹം ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യണം. 2 വീലർ ആഗ്രഹം ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യണം. ഇങ്ങനെ ഓരോന്നും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നേരെ ടിക്ക് ചെയ്യുക. ഡിസയർ എന്ന കോളത്തിന് നേരെ ടിക്ക് ചെയ്യുക. ഇല്ല എങ്കിൽ അവിടെ കാലിയാക്കിയിടുക. ശരി, അടുത്ത കോളം വില്ലിങ്നെസ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് വസ്തു വാങ്ങാൻ, ചിലപ്പോൾ ആഗ്രഹമില്ല, മനോഭാവമുണ്ട് അത് വാങ്ങാൻ. അത് വാങ്ങാൻ നിങ്ങൾക്ക് സന്നദ്ധതയുണ്ട് ഉണ്ടെങ്കിൽ അവിടെയും ടിക്ക് ചെയ്യുക. ആ വസ്തു വാങ്ങാൻ സന്നദ്ധതയുണ്ടെങ്കിൽ അവിടെയും ടിക്ക് ചെയ്യുക. ഇല്ല എങ്കിൽ അതും ഒഴിച്ചിടുക. അവസാന കോളം എബിലിറ്റി, കഴിവ്. ഈ വസ്തു വാങ്ങാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കോളത്തിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. അങ്ങനെ എല്ലാ കോളവും വസ്തുവിൻ്റെ നേരെ നിങ്ങൾ ഫിൽ ചെയ്യുക. ചെയ്തോളൂ. ഓരോന്നിൻ്റെയും നേരെ ടിക്ക് മാർക്ക് വേണമെങ്കിൽ ടിക്ക് മാർക്ക് ഇട്ടുകൊണ്ട്, ടിക്ക് മാർക്ക് വേണ്ട എന്ന് തോന്നുന്നെങ്കിൽ ഒഴിച്ചിട്ടുകൊണ്ട് ഈ 5 വസ്തുവിൻ്റെയും ഡിസയറും, ആഗ്രഹം എങ്ങനെയാ, വില്ലിങ്നെസ് എങ്ങനെയാ അതിന് വാങ്ങാനുള്ള കഴിവ് എന്ന് വെച്ചുകൊണ്ട് ആ കോളങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനുള്ള സമയം നിങ്ങൾക്ക് നൽകുകയാണ്. യെസ്, സ്റ്റാർട്ട് നൗ. ഓക്കെ. ചിലതിൽ ടിക്ക് വരുന്നു, ചിലത് ആഗ്രഹമുണ്ട് പക്ഷേ പണമില്ല, ചിലതിൽ നിങ്ങൾക്ക് പണമുണ്ട് പക്ഷെ ആഗ്രഹമില്ല. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൃത്യമായിട്ട് ബാധകമായതൊക്കെ ടിക്ക് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. എല്ലാവരും ചെയ്തോ? യെസ്, ചെയ്തിരിക്കുന്നു. നിങ്ങളെല്ലാവരും ചെയ്തത് ഇതാ എൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഞാനത് നോക്കുന്നു, എല്ലാം നോക്കുന്നു. അതിനൊരു പൊതു സ്വഭാവം വെച്ചുകൊണ്ട് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഓരോ കോളവും നിങ്ങൾ ഫില്ല് ചെയ്തതെന്നുള്ളത്.
ചിലപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ പൊതുവായ രീതിയിൽ ഒരു ആവറേജിൽ അതിൻ്റെ ശരാശരി എന്ന രീതിയിൽ മനഃശാസ്ത്രപരമായിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന രീതിയിലേക്ക് അവതരിപ്പിക്കാൻ പോവുകയാണ്. പെൻ എന്ന വസ്തു ആഗ്രഹം എന്ന കുളത്തിൽ ടിക്ക് മാർക്ക്. യെസ്, നമുക്ക് ആഗ്രഹമുണ്ട്. പെൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. +2 പഠിക്കുന്ന കുട്ടികൾ ആഗ്രഹമുണ്ട്. രണ്ടാം വില്ലിങ്നെസ്, തീർച്ചയായും മനോഭാവമുണ്ട്, അത് വാങ്ങാനുള്ള സന്നദ്ധതയുണ്ട്. എബിലിറ്റി, വാങ്ങാനുള്ള കഴിവുണ്ട്. ഹെയർ ഡൈ നിങ്ങൾക്കിപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ അവിടെ ഒഴിച്ചിട്ട് കണ്ടില്ലേ, ആരും ഒന്നും ചെയ്തില്ല, ഒഴിച്ചിട്ടിട്ടുണ്ട്. വില്ലിങ്നെസ്സും ഇല്ല, അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കത് വാങ്ങാനുള്ള കഴിവുള്ളത് കൊണ്ട് ഹെയർ ഡൈക്ക് അത്ര പൈസ ഒന്നും വേണ്ടല്ലോ, എബിലിറ്റി കൂടെ നിങ്ങൾ ടിക്ക് ചെയ്തിരിക്കുന്നു. പക്ഷേ മറ്റു രണ്ടുമില്ല, ആഗ്രഹമില്ല, വാങ്ങാനുള്ള സന്നദ്ധതയില്ല, കഴിവുണ്ട്. മൂന്നാമത്തെ വസ്തു റിമോട്ട് കാർ, ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളെ കുട്ടികൾ എന്ന രീതിയിലേക്ക് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ടല്ലോ, നമ്മൾ ആ പ്രായം കടന്നു വന്നാണല്ലോ. ഒരാഗ്രഹമൊക്കെ ഉണ്ട് പലർക്കും, ഉണ്ടോ? ചിലക്ക് ഉണ്ടാവണമെന്നില്ല ആഗ്രഹം, പക്ഷേ ആഗ്രഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ഉള്ളത് കൊണ്ട്, കുട്ടികളുടെ ആ മനസ്സ് നമുക്കുള്ളത് കൊണ്ട് അതാ റിമോട്ട് കാറിന് നേരെ നിങ്ങൾ ഡിസയർ, ആഗ്രഹം ടിക്ക് ചെയ്തിരിക്കുന്നു. പക്ഷേ വാങ്ങുന്നില്ല, വാങ്ങാനുള്ള സന്നദ്ധതയില്ല. ഒരു മോശമല്ലേ, ഹയർ സെക്കൻഡറി അല്ലേ, ഒരു മടി, ഒരു ഈഗോ ഒക്കെ ആയിട്ട് നിങ്ങൾ വാങ്ങാൻ തയ്യാറാവുന്നില്ല, അവിടെ കാലിയാക്കിയിടുന്നു. പണം നിങ്ങളുടെ കയ്യിലുണ്ട്, എബിലിറ്റി എന്ന കൂടുതൽ നിങ്ങളവിടെ ടിക്ക് ചെയ്തിരിക്കുന്നു. സ്മാർട്ട് ഫോൺ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അതാ ടിക്ക് ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും വാങ്ങാനുള്ള മനസ്സുണ്ട്, അതാ സന്നദ്ധതയുണ്ട്, ടിക്ക് ചെയ്തിരിക്കുന്നു. പണമില്ല, എബിലിറ്റി ഇല്ല, അതുകൊണ്ട് അവിടെ ഒഴിച്ചിടുന്നു. തൽക്കാലം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലല്ലോ, ഒരു 10,000 രൂപയ്ക്ക് മൊബൈൽ ഫോൺ വാങ്ങാൻ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളല്ലേ, തൊഴിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആഗ്രഹമുണ്ട്, മനസ്സുണ്ട്. അവസാനം 2 വീലർ ലൈസൻസ് ഒക്കെ വേണം, 18 വയസ്സ് പൂർത്തിയായാലേ അത് കിട്ടൂ. സങ്കല്പത്തിൽ 2 വീലർ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ കാണിക്കണം ഡിസയറിൽ, അതാ എല്ലാവരും 2 വീലർ. പെൺകുട്ടികളാണെങ്കിൽ അവർ സ്കൂട്ടർ എന്ന രീതിയിൽ, മറ്റേ ബൈക്ക് എന്ന രീതിയിൽ അതാ ടിക്ക് ചെയ്തിരിക്കുന്നു. പലരും പൊതുവായിട്ട് മനസ്സുകൊണ്ട് വാങ്ങാൻ അതാ വില്ലിങ്നെസ്സിലും ടിക്ക് ചെയ്തിരിക്കുന്നു. പക്ഷേ പണമില്ല, 50,000 1 ലക്ഷം രൂപ കൊടുക്കാനില്ലാത്തതുകൊണ്ട് തൽക്കാലം അത് വാങ്ങാൻ കഴിയുന്നില്ല. ഒരു വസ്തു നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയതിപ്പം പെൻ മാത്രമേ ഉള്ളൂ. കാരണം 3 കാര്യങ്ങളും അവിടെ ഒരുമിച്ച് സംയോജിച്ചു, ഒരുമിച്ച് അവിടെ സമ്മേളിച്ചു കഴിഞ്ഞു, ഒരുമിച്ച് അവിടെ യോജിച്ചു കഴിഞ്ഞു. അത് പെൻ വാങ്ങാനുള്ള ആഗ്രഹമുണ്ട്, പെൻ വാങ്ങാനുള്ള മനസ്സുണ്ട്, പെൻ വാങ്ങാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ആ വസ്തു ഡിമാൻഡ് ചെയ്യപ്പെട്ടു, ആ വസ്തു നിങ്ങളുടെ കയ്യിലേക്ക് എത്തി എന്നുള്ളതാണ്. രണ്ടാമത്തെ വസ്തു, നിങ്ങൾക്ക് 3 കാര്യം ഒരുമിച്ച് ചേരുന്നില്ല. ആഗ്രഹമില്ല, താല്പര്യമില്ല, പണം മാത്രമേ ഉള്ളൂ, വസ്തു നിങ്ങൾ വാങ്ങുന്നില്ല. മൂന്നാമത്തെ വസ്തുവിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവാം, താല്പര്യം ഉണ്ടാവാം, ചിലപ്പോൾ പണമില്ല. ചിലതിൽ പണം ഉണ്ടാവാം, മറ്റു കാര്യങ്ങളില്ല. എല്ലാം ചേർന്നത് ഇവിടെ പെൻ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ പെൻ വാങ്ങുന്നു. ഇതിനർത്ഥം എന്താ? ഏതൊരു വസ്തുവും നമ്മൾ വാങ്ങണമെങ്കിൽ 3 കാര്യങ്ങൾ ഒരുമിച്ച് വരണം. ആ 3 കാര്യം എന്ന് പറയുന്നത് അത് വാങ്ങാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം അടിത്തട്ടിൽ, അത് വാങ്ങാനുള്ള സന്നദ്ധത ഉണ്ടായിരിക്കണം മുകൾ തട്ടിൽ, വാങ്ങൽ നടക്കണം പണം കൊടുത്തുകൊണ്ട്, അതിന് വാങ്ങാനുള്ള ശേഷി, കഴിവുണ്ടാവണം, എബിലിറ്റി. ഈ 3 കാര്യവും ചേർന്നാൽ ഒരു വസ്തു ഡിമാൻഡ് ചെയ്യപ്പെടും, ഒരു വസ്തു നിങ്ങൾ വാങ്ങും. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ഇതാ ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾ തന്നെ ഇവിടെ നിർവചിക്കുന്നു. എന്താ? 3 കാര്യങ്ങൾ ചേരുന്നതാ. ഡിസയർ പ്ലസ് വില്ലിങ്നെസ് backed by, supported by ability. Desire plus willingness backed by, supported by ability. ഡിസയറും വില്ലിങ്നെസ്സും എബിലിറ്റിയും ചേർന്നതാണ്. ആഗ്രഹവും സന്നദ്ധതയും കഴിവും ചേർന്ന ഒന്നാണ് ഡിമാൻഡ് എന്ന് ഇപ്പോൾ പഠിച്ചു. അപ്പോൾ ഡിമാൻഡ് എന്ന കോൺസെപ്റ്റിനെ ഒരിക്കലും മറക്കില്ല. ഈ 3 കാര്യം ചേരുന്ന ഡിമാൻഡ്. ഇനി എക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് നിർവചിക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ ടേമിൽ വെച്ചുകൊണ്ടാണ്. വസ്തു വാങ്ങുന്ന അളവാ ശരിക്കും ഡിമാൻഡ്. അളവ് അങ്ങനെ വാങ്ങണമെങ്കിൽ അതിനെ പ്രധാനമായും 3 കാര്യം കൂടിച്ചേരണം എന്നാണ് നമ്മൾ പറഞ്ഞ ഡിമാൻഡ് എന്ന കോൺസെപ്റ്റിലേക്ക് എത്തി. നമ്മൾ ആ 3 കാര്യം കൂടിച്ചേരണം, എബിലിറ്റിയും വില്ലിങ്നെസ്സും ഡിസയറും. പക്ഷേ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയാ, ഒരു വസ്തു വാങ്ങുന്ന അളവാ ഡിമാൻഡ്. പഠിച്ചു എല്ലാവരും. വാട്ട് ഈസ് ഡിമാൻഡ്? വസ്തു വാങ്ങുന്ന അളവ്. ക്വാണ്ടിറ്റി ഓഫ് ദി കമോഡിറ്റി വൺ ബയർ ബൈസ്. ഒരു ഉപഭോക്താവ് വാങ്ങുന്ന വസ്തുവിൻ്റെ അളവിനെയാണ് ഡിമാൻഡ് എന്ന് പറയുക. ഡിമാൻഡ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദി കമോഡിറ്റി വൺ ബയർ ബൈസ് ഫ്രം ദ മാർക്കറ്റ് ഇൻ എ ഗിവൺ പീരീഡ് ഇൻ എ ഗിവൺ പ്രൈസ്. ഇതാണ് ഡെഫിനേഷൻ. ഡിമാൻഡ് നിർവചിക്കുക എങ്ങനെയാണ്? ഒരു ഉപഭോക്താവ് നിശ്ചിതമായ സമയത്ത് നിശ്ചിതമായ വിലയ്ക്ക് കമ്പോളത്തിൽ നിന്ന് വാങ്ങുന്ന വസ്തുവിൻ്റെ അളവ് ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഓഫ് ദി കമോഡിറ്റി വൺ ബയർ ബൈസ്. ഒരു ഉപഭോക്താവ് വാങ്ങുന്ന വസ്തുവിൻ്റെ അളവ് ഡിമാൻഡ്. 10 രൂപയ്ക്ക് 7 എണ്ണം വാങ്ങി, ഡിമാൻഡ് 7. 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് 5 പെൻ വാങ്ങി, പെന്നിന് ഡിമാൻഡ് 5. 100 രൂപയ്ക്ക് 400 എണ്ണം വാങ്ങി, 100 രൂപയുടെ ആ വസ്തുവിൻ്റെ ഡിമാൻഡ് 400. ഇതാണ് വസ്തുവിൻ്റെ അളവ് ഡിമാൻഡ്. ക്ലിയർ ആയല്ലോ? ഈ ഡിമാൻഡിനെ സ്വാധീനിക്കും. നിങ്ങളൊരു കമ്പോളത്തിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ നിങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ചാപ്റ്ററിൻ്റെ മറ്റൊരു ഭാഗത്ത് തിയറി ഓഫ് ഡിമാൻഡ് എന്ന സ്പെഷ്യലായ ഒരു ഭാഗത്ത് ഡിമാൻഡ് എന്താണ് എന്നും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായിട്ടും പറയുന്നുണ്ട്.
അവിടെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കും എന്താ ഡിമാൻഡ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കും. എൻട്രി എന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമുക്കിവിടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതവിടെ നിങ്ങൾ പഠിക്കും. അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറയും. എന്തായിരിക്കും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകം എന്തൊക്കെയും ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, നിങ്ങളൊരു സാധനം വാങ്ങണമെങ്കിൽ നിങ്ങളെ സ്വാധീനിക്കുന്ന ഘടകം എന്തൊക്കെയായിരിക്കും? പ്രൈസ്. വെരി ഗുഡ്. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. അതാ കറക്റ്റ് ആൻസർ നിങ്ങൾ പറഞ്ഞ്. ഒരു വസ്തു നിങ്ങൾ വാങ്ങണമെങ്കിൽ, കമ്പോളത്ത് പോയി വാങ്ങണമെങ്കിൽ നിങ്ങളെ സ്വാധീനിക്കുന്ന ഘടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ വിലയാണ്. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ഓൺ ഡിമാൻഡ്. വാട്ട് കൈൻഡ് ഓഫ് റിലേഷൻ പറയും? എന്ത് ബന്ധമാണ് ഡിമാൻഡുമായിട്ട്? വില കൂടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? വാങ്ങുന്ന അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ? വില കൂടുമ്പോൾ വാങ്ങുന്ന അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ? കൺസ്യൂമർ, നമ്മൾ കൺസ്യൂമറല്ല. ഈ ചാപ്റ്റർ കഴിയുന്നവരെ നമ്മൾ കൺസ്യൂമേഴ്സാ. കുറയ്ക്കും. വില കുറയുമ്പോഴോ വാങ്ങുന്ന അളവ് കൂട്ടും. ടി വിയുടെ വില കൂടി, വാങ്ങുന്ന അളവ് കുറച്ചു. ടി വിയുടെ വില കുറഞ്ഞു, വാങ്ങുന്ന അളവ് കൂട്ടി. സ്വർണ്ണത്തിൻ്റെ വില കൂടി, വാങ്ങുന്ന അളവ് കുറച്ചു. സ്വർണ്ണത്തിൻ്റെ വില കുറഞ്ഞു, വാങ്ങുന്ന അളവ് കൂട്ടി. വിലയാണ് സ്വാധീനിക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷനാ, വിപരീതമായ ബന്ധമാ. There is an opposite relation between price and demand. When the price increases, demand decreases. When the price decreases, demand increases. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വാങ്ങുന്ന അളവ് കുറയും. വിലയാണ് സ്വാധീനിക്കുന്നതെങ്കിൽ മറ്റ് പല ഘടകവും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം അത് പഠിക്കുന്നില്ല, വില മാത്രമേ പഠിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ്. അതാ സിമ്പിളായ ഷെഡ്യൂൾ ഞാൻ കാണിക്കുന്നു ഇവിടെ. ഒന്നാമത്തെ കോളം പ്രൈസ്, സെക്കൻഡ് കോളം ഡിമാൻഡ്, വാങ്ങുന്ന അളവ് ഡിമാൻഡ്. ഫസ്റ്റ് കോളം പ്രൈസ്. 1 2 3 4 5 പ്രൈസ്. നോക്കൂ, 1 2 3 4 5. ഡിമാൻഡ് 1 രൂപയായ സമയത്ത് 50 എണ്ണം വേണം. 2 രൂപയായ സമയത്ത് നോക്കൂ ഇപ്പം 40 വേണ്ടു. വില കൂടി, ഡിമാൻഡ് കുറഞ്ഞു. 3 രൂപയായ സമയത്ത് എഗെയിൻ വീണ്ടും ഡിമാൻഡ് കുറഞ്ഞ് 30 ആയി. 4 രൂപയായ സമയത്ത് 20 ആയി. 5 രൂപയായ സമയത്ത് 10 ആയി. അങ്ങനെ വില കൂടുമ്പം ഡിമാൻഡ് കുറയുകയും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്തു. ഉണ്ടോ? വില 1 2 3 4 5 50 40 30 20 10 ഓപ്പോസിറ്റ് റിലേഷൻ. വില 5 ആകുമ്പോൾ 10 ഉള്ളൂ. 4 വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടി, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടി, 20 ആയി. 4 3 ആയിട്ട് വീണ്ടും വില കുറയുമ്പോൾ ഡിമാൻഡ് വീണ്ടും കൂടി, 20 30 ആയി. അങ്ങനെ ഓപ്പോസിറ്റ് റിലേഷനാണുള്ളത് ക്ലിയറായി ഷെഡ്യൂൾ പ്രകാരം. ദിസ് ഈസ് ഡിമാൻഡ് ഷെഡ്യൂൾ. അതും മറ്റൊരു സ്ഥലത്ത് വിശദമായി പഠിക്കാനുള്ളത് കൊണ്ട് അധികമായിട്ട് ഇവിടെ ഞാൻ പറയുന്നില്ല. ഇങ്ങനെ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള വിപരീതമായ ബന്ധം വിശദമാക്കുന്ന നിയമമാണ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ്. Other things remain the same. Law of demand explains the opposite relation between price and demand. വിലയും ഡിമാൻഡും തമ്മിലുള്ള വിപരീതമായ ബന്ധം വിശദമാക്കുന്ന നിയമമാണ് ലോ ഓഫ് ഡിമാൻഡ്. വിലയും ഡിമാൻഡും തമ്മിലുള്ള ഓപ്പോസിറ്റ് റിലേഷൻ. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുക, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുക. അത് കാണിക്കുന്ന റിലേഷനെ കാണിക്കുന്ന നിയമത്തിൻ്റെ പേരാണ് ലോ ഓഫ് ഡിമാൻഡ്. മറ്റു കാര്യങ്ങളൊന്നും മാറ്റില്ലെങ്കിൽ, ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ബാക്കി എല്ലാ ഘടകവും ഉണ്ടല്ലോ ഇനി പഠിക്കാൻ പോകുന്ന, അതെല്ലാം സ്ഥിരമാക്കി നിൽക്കുകയാണെങ്കിൽ, പ്രൈസ് മാത്രമാണ് സ്വാധീനിക്കുന്നതെങ്കിൽ ഒരു വിപരീതമായ ബന്ധമുണ്ട്, വിപരീതമായ ബന്ധമുണ്ട്. അത് വിശദീകരിക്കുന്നു. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുക എന്നും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുക എന്നും. ആ റിലേഷനെയാണ് എന്ത് പറയുക? ലോ ഓഫ് ഡിമാൻഡ്. That is explains, law of demand explains, law of demand shows, indicates, represents the opposite relation between price and demand, the indirect relation between price and demand, the inverse relation between price and demand. Clear? ഇനി മെല്ലെ നിങ്ങൾ ഈ ഷെഡ്യൂൾ ഒന്ന് ഗ്രാഫിലേക്ക് മാറ്റി നോക്കൂ. ഈ ഷെഡ്യൂൾ ഒന്ന് ഗ്രാഫിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡിമാൻഡ് കർവാണ്. ഡിമാൻഡ് കർവാണ് കിട്ടുന്നത്. ആ ഡിമാൻഡ് കർവ് നിങ്ങൾ നോക്കൂ. ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ചുള്ള ഡിമാൻഡ് കർവ് നോക്കൂ. അതാ എക്സ് അക്ഷത്തിൽ ഡിമാൻഡ് എടുക്കുന്നു, എക്സിൽ ഡിമാൻഡ്, വൈയിൽ പ്രൈസ്. വൈ അക്ഷത്തിൽ പ്രൈസ് 1 2 3 4 5. കണ്ടോ? നേരത്തെ ഷെഡ്യൂളിൽ 1 2 3 4 5 പ്രൈസ്. ഡിമാൻഡ് 10 20 30 40 50. ഓരോന്നും മാർക്ക് ചെയ്യും നിങ്ങൾ. 1 50 പോയിന്റ്, 2 40 പോയിന്റ്. 3 രൂപയായ സമയത്ത് ഡിമാൻഡ് കുറഞ്ഞ് 30 പോയിന്റ് മാർക്ക് ചെയ്തു. 4 രൂപയായ സമയത്ത് വീണ്ടും ഡിമാൻഡ് കുറഞ്ഞു, 20 പോയിന്റ് മാർക്ക് ചെയ്തു. 5 രൂപയായ സമയത്ത് ഡിമാൻഡ് വല്ലാണ്ട് ചുരുങ്ങി, 10 ആയി, പോയിന്റ് മാർക്ക് ചെയ്തു. അങ്ങനെ ഓരോ പോയിന്റും ഇങ്ങനെ മാർക്ക് ചെയ്ത് യോജിപ്പിക്കുമ്പോൾ ഒരു കർവ് കിട്ടുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. ദാറ്റ് ഈസ് എ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. ദാറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയി.
ബിക്കോസ് ഓഫ് ദി ഓപ്പോസിറ്റ് റിലേഷൻ. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ലോ ഓഫ് ഡിമാൻഡ് പ്രകാരമുള്ള ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആണ്. പഠിക്കുക, ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. വൈ? ബിക്കോസ് ഓഫ് ദി ലോ ഓഫ് ഡിമാൻഡ്. ഒറ്റ കാര്യം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ആ കാര്യം, എന്തുകൊണ്ട് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, എന്തുകൊണ്ട് വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, എന്തുകൊണ്ട് ലോ ഓഫ് ഡിമാൻഡ് എന്ന സാധനം ഓപ്പറേറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഡിമാൻഡ് കർവ് ഇങ്ങനെ താഴോട്ട് ചെരിഞ്ഞു വരുന്നു? കാരണം ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെയാണ് ഡിമാൻഡ് കർവ് എന്ന കോൺസെപ്റ്റിലേക്ക്, ഡിമാൻഡ് കർവ് എന്ന ആ കർവിലേക്ക് ഡിറൈവ് ചെയ്യാനായി സഹായിച്ചത്. എന്തുകൊണ്ട് വില കൂടുമ്പം ഡിമാൻഡ് കുറയുന്നു, എന്തുകൊണ്ട് വില കുറഞ്ഞ സമയത്ത് ഡിമാൻഡ് കൂടുന്നു? കാരണം ഒരു വസ്തു കൂടുതലായിട്ട് നമ്മുടെ കൈവശത്തേക്ക് വരുംതോറും പിന്നീട് അത് വാങ്ങാനുള്ള താല്പര്യം കുറയും. കാരണം ലഭിക്കുന്ന സംതൃപ്തി കുറഞ്ഞു വരും. അതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഒന്നും ലഭിക്കുന്ന സംതൃപ്തി രണ്ടാമത് വാങ്ങുന്ന വസ്തുവിൽ നിന്ന് ലഭിക്കുന്നില്ല. അതേ വസ്തുവിന്റെ മൂന്നാമതൊരു യൂണിറ്റ് വാങ്ങുമ്പോൾ അത്ര സംതൃപ്തി ലഭിക്കുന്നില്ല, നാലാമത് വാങ്ങുമ്പോൾ അത്ര ലഭിക്കുന്നില്ല. അതുകൊണ്ട് സംതൃപ്തി കുറഞ്ഞു വരുന്നത് കൊണ്ട് കുറഞ്ഞ സംതൃപ്തിക്ക് വേണ്ടി കുറഞ്ഞ പണയെ കൊടുക്കും. അതുകൊണ്ട് ലോ ഓഫ് ഡിമാൻഡിന്റെ അടിസ്ഥാനം ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. വില കൂടുമ്പോൾ കുറച്ചേ വാങ്ങൂ, കൂടുതലായിട്ട് വാങ്ങണമെങ്കിൽ ആ വസ്തുവിൻ്റെ വില കുറയണം. ഇതാണ് പഠിച്ചത്, ലോ ഓഫ് ഡിമിനിഷിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ആസ്പദമായ ഷെഡ്യൂള്, ആ ഷെഡ്യൂളിനെ ഗ്രാഫിലേക്ക് മാറ്റി TU കർവും MU കർവും വരച്ചു. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് പഠിച്ചു. അത് വെച്ചുകൊണ്ട് ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഡിമാൻഡ് കർവിൻ്റെ ഡെറിവേഷൻ പഠിച്ചു. ക്ലിയറായി മനസ്സിലായി. പക്ഷേ ഈ ചാപ്റ്റർ തീർന്നില്ല. ഇതിൻ്റെ മറ്റൊരു ഭാഗം ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാകും. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന ഭാഗം യൂട്ടിലിറ്റി മുതൽ ഈ ഡിമാൻഡ് കർവിൻ്റെ ഡെറിവേഷൻ വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഭംഗിയായിട്ട് ഒക്കെ നിങ്ങൾ പഠിച്ചു കൃത്യമായിട്ടും. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇത് ശരിക്കും ആസ്വദിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.